നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ തൈക്കണ്ടിക്ക് കാര്യങ്ങൾ ഇനി അത്ര എളുപ്പമല്ല. ഇക്കാര്യം CPM എന്ന പാർട്ടിക്കും ബോധ്യമായി. അതുകൊണ്ടാണ് ഇന്ന് ദേശാഭിമാനി നെടുനീളത്തിലൊരു മുഖപ്രസംഗം വെച്ച് കാച്ചിയത്. എന്നാൽ ഈ മുഖപ്രസംഗം പൂർണ്ണമായി പിണറായി വിജയനെ വെട്ടിലാക്കുന്നത് 182 കോടിയിൽ ഈ 2 കോടിയുടെ മാത്രം വിവരങ്ങളല്ലേ ഇപ്പോൾ പുറത്തു വന്നത്. ബാക്കിയുള്ള 180 കോടിയുടെ കണക്കുകൾ കൂടി ED പുറത്തേക്ക് വിടണമെന്നാണ് ദേശാഭിമാനിയുടെ വെല്ലുവിളി. മുഖപ്രസംഗത്തിൽ ദേശാഭിമാനി ഒരു കാര്യം ഉറപ്പിക്കുന്നു: ആ 2 കോടി അത് സത്യമാണ്. ഇനി പുറത്തു വരാനുള്ളത് 180 കോടിയുടെ വലിയ വെട്ടിപ്പ്. മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്ത് നന്ദുലാലിൻ്റെ പേരിലുള്ള സിം കാർഡാണ് വീണ തൈക്കണ്ടി ഉപയോഗിച്ചിരുന്നത് എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിച്ചു. അവരിക്കാര്യം പത്രക്കുറിപ്പിലൂടെ മാധ്യമലോകത്തെ അറിയിക്കുകയും ചെയ്തു. ഇവിടെയാണ് നന്ദുലാൽ എന്ന മരപ്പൊട്ടനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. സ്വന്തം പേരിൽ ഒരു സിം കാർഡ് എടുത്ത് അത് ഉപയോഗിക്കാൻ മറ്റൊരാൾക്ക് നൽകുന്നു. സിം കാർഡ് എന്ന അരയിഞ്ച് കനത്തിലുള്ള ഒരു ഉപകരണം ഇത്ര വലിയ ആപ്പാകുമെന്ന് ഒരുപക്ഷെ നന്ദുലാൽ കരുതിയിരിക്കില്ല. നന്ദുലാലിനെ ED ഉദ്യോഗസ്ഥർ പിടിച്ച അടപടലം ഒന്ന് കുടഞ്ഞപ്പോൾ നന്ദുലാൽ പറഞ്ഞു, തനിക്കൊന്നും അറിയില്ല. തൻ്റെ സുഹൃത്ത് മുഹമ്മദ് റിയാസ് ഒരു സിം കാർഡ് എടുത്ത് നൽകണമെന്ന് പറഞ്ഞു. ആ സിം കാർഡ് റിയാസിന് കൈമാറി. റിയാസ് അത് ഭാര്യ വീണ തൈക്കണ്ടിക്ക് കൈമാറി. എന്നാൽ ആ സിം കാർഡ് അവർ ഉപയോഗിച്ചത് മാഫിയ തലവന്മാർ കൈകാര്യം ചെയ്യുന്ന തലത്തിൽ. മൊബൈൽ ഫോണിൽ ഈ സിം കാർഡ് ഇട്ടില്ല. പകരം വൈഫൈ റൂട്ടറുകൾ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് കോളുകൾക്കാണ് ഈ സിം കാർഡ് ഉപയോഗപ്പെടുത്തിയത്. നന്ദുലാൽ കുടുങ്ങും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഉള്ള സത്യമൊക്കെ വിളിച്ചു പറഞ്ഞു. അടുത്ത കാലത്തായി വല്ലാത്ത കാഴ്ചകളാണ് കേരളത്തിൽ. ഒരു വശത്ത് മരംമുറി ചാനലിലെ വമ്പന്മാർ വീഴുന്നു, മറുവശത്ത് LDF മന്ത്രിസഭ 10 വർഷങ്ങൾക്ക് ശേഷം നിലം പൊത്തുന്നു. പിന്നാലെ വന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ കസേര എപ്പോൾ വേണമെങ്കിലും തെറിക്കുമെന്ന അവസ്ഥ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നീക്കം കൃത്യതയോടെയാണ് അവർ ഉന്നം വയ്ക്കുന്നത് മുൻ മുഖ്യമന്ത്രിയെ തന്നെ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. ഈ പത്രക്കുറിപ്പിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ അന്വേഷണ ഏജൻസികൾ പുറത്തിറക്കുന്ന പത്രക്കുറിപ്പിൽ നിന്ന് ഏറെ വിഭിന്നമാണ് ഇത്തരമൊരു രീതി. അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടം CPMൻ്റെ മുൻനിര നേതാക്കളെ തന്നെ ലക്ഷ്യമിട്ടാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പത്രക്കുറിപ്പ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ദുബായിലേക്ക് അടക്കം ഹവാല ഇടപാടുകൾ നടത്തി ഫെമ ഉൾപ്പെടെയുള്ള കേസുകൾ വീണ വിജയനെതിരെ ഉണ്ടാകും എന്നുറപ്പിക്കുമ്പോൾ മറുവശത്ത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കൂടി ഈ കേസിൽ പ്രതിയാക്കപ്പെടും എന്ന സൂചന ED നൽകുന്നു. എക്സാലോജിക് വിഷയം പാർട്ടിയുടെ നേരിട്ടുള്ള പരിഗണനാ വിഷയമല്ല എന്ന നിലപാടാണ് നേരത്തെ പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണിപ്പോൾ ദേശാഭിമാനി സ്വീകരിച്ചിരിക്കുന്നത്. കേസുകളുടെ മറവിൽ പാർട്ടി നേതൃത്വത്തെയും ഭരണത്തെയും തകർക്കാൻ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് BJP സർക്കാരിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇതിനെതിരെ ദീർഘകാലം പൊരുതിയ രാഷ്ട്രീയ സംഘടനയാണ് CPM എന്ന് CPM നേതാക്കൾ വിശദീകരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും വീണ തൈക്കണ്ടിയുടെ ഭർത്താവുമാണ് മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസും പ്രതിപ്പട്ടികയിലേക്ക് കടന്നുവരും എന്ന് ED സൂചന നൽകുമ്പോൾ കേസ് അത്യന്തം ഗൗരവതരമായ തലത്തിലേക്ക് കയറുന്നു. ഇനി പ്രതിരോധം മാത്രമേ തങ്ങൾക്ക് മുന്നിൽ ഒരു മാർഗമായുള്ളൂ എന്ന് CPM നേതൃത്വം തിരിച്ചറിയുന്നു. മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും സംരക്ഷിക്കേണ്ട ബാധ്യതയാണ് ചിലർ ചേർന്ന് പാർട്ടിയുടെ തലയിൽ വെച്ചു കൊടുക്കുന്നത്. ഈ കെണിയിൽ വീഴരുത് എന്ന് പാർട്ടിയുടെ ചില മുതിർന്ന നേതാക്കൾ ഉപദേശിക്കുന്നു. നേതാക്കളെ വേട്ടയാടാനുള്ള രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പാർട്ടി കോഴിക്കോട് ഒരു വൻ പൊതുയോഗം വിളിച്ചു ചേർക്കാൻ ഒരുങ്ങുന്നു. ഈ പൊതുയോഗം പൊട്ടിപ്പൊളിഞ്ഞാൽ ആകെ നാണക്കേടാകുമെന്ന ഭീതി ഒരു കൂട്ടർക്കുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ തന്നെ നേരിട്ട് പങ്കെടുത്ത് എന്താണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നീക്കങ്ങൾ എന്ന് വിശദീകരിക്കുമെന്നാണ് പൊതുവെ കരുതുന്നത്. അത്ര ചില്ലറക്കാരുടെ വീടുകളിലല്ല ഈ കഴിഞ്ഞ ദിവസം ED റെയ്ഡ് നടത്തിയത്. കോഴിക്കോട് P. നിഖിൽ പാർട്ടിയുടെ കരുത്തുറ്റ നേതാവാണ്. മുഹമ്മദ് റിയാസിൻ്റെ വലങ്കൈ. നന്ദുലാലും സമാനമായ തലത്തിൽ CPM പങ്കാളിത്തം ഉറപ്പിച്ചു നിൽക്കുന്ന വ്യക്തി. ഇത്ര വലിയ റെയ്ഡുകൾ കോഴിക്കോട് നടത്തിയിട്ടും 9 ഇടങ്ങളിൽ അതിശക്തമായ മിന്നൽ സ്ട്രൈക്കുകൾ നടത്തിയിട്ടും എന്തുകൊണ്ട് പാർട്ടിക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം ചില കോണുകൾ ഉയർത്തുന്നു. ഇവിടെയാണ് മുഹമ്മദ് റിയാസ് തീർത്തും ഒറ്റപ്പെട്ടു പോകുന്നത്.
മുതിർന്ന നേതാക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്താത്തതിൽ കടുത്ത അമർഷം പിണറായി ക്യാമ്പിനുണ്ട്. ഇതിനിടയിൽ കോഴിക്കോട് നഗരത്തിൽ ചെറു പ്രകടനങ്ങൾക്ക് ശ്രമിച്ചുവെങ്കിലും അതൊക്കെ പൊളിഞ്ഞടുങ്ങി. പല പാർട്ടി ഘടകങ്ങളും പ്രകടനങ്ങളോട് സജീവമായി പ്രതികരിച്ചില്ല എന്ന അഭിപ്രായം മുഹമ്മദ് റിയാസിനും പിണറായിക്കുമുണ്ട്. CPMന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ കേന്ദ്ര ഏജൻസികൾ കടന്നാക്രമിക്കുന്നു എന്ന പ്രതീതി പൊതുവെ കേരളത്തിൽ സൃഷ്ടിക്കണമെന്നാണ് പിണറായി ക്യാമ്പിന്റെ വാദം. സാധാരണയായി തെളിവുകൾ ശേഖരിക്കുന്ന ഘട്ടത്തിൽ വ്യക്തമായ തെളിവുകളില്ലാതെ ഇത്തരം പത്രക്കുറിപ്പുകൾ ED പോലൊരു അന്വേഷണ ഏജൻസി ഇറക്കാറില്ല എന്നും CPM നേതാക്കൾ കരുതുന്നു. എന്നാൽ ഇവിടെ വ്യത്യസ്തമാണ് കാര്യങ്ങൾ. വീണ വിജയനെതിരെയും അനുബന്ധ സ്ഥാപനങ്ങൾക്കെതിരെയും വ്യക്തമായ തെളിവുകൾ ഒരുപക്ഷെ EDയുടെ പക്കൽ എത്തിയിട്ടുണ്ടാവാം. അത് പാർട്ടിയെ മുച്ചൂടും കെണിയിലാക്കും എന്ന വസ്തുത മുതിർന്ന നേതാക്കളെ ഭയപ്പെടുത്തുന്നു. റെയ്ഡിനെ തുടർന്ന് വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള പത്രക്കുറിപ്പാണ് ED പുറത്തിറക്കിയത്. ഇത് വരാനിരിക്കുന്ന EDയുടെ നീക്കങ്ങൾ രാഷ്ട്രീയപരമായ നീക്കങ്ങളായിരിക്കുമെന്ന് ഉറപ്പിക്കുന്നതാണ്. കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് കോടതികളിൽ കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കുകയാണ് ഏജൻസികളുടെ പ്രാഥമിക ചുമതലയെന്ന് ദേശാഭിമാനി പറയുന്നു. എന്നാൽ ഇവിടെ അന്വേഷണം പുരോഗമിക്കുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകി ആരോപണങ്ങളുടെ പെരുമഴ സൃഷ്ടിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അന്വേഷണ ഏജൻസി കണ്ടെത്തി എന്ന പേരിൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ പലതും കോടതി സ്ഥിരീകരിച്ച വസ്തുതകൾ എന്ന മട്ടിലാണ് പലരും പ്രസിദ്ധീകരിക്കുന്നത്. ജയിലറുകൾ കണ്ടും ക്രൂരമായ മർദ്ദനങ്ങൾ സഹിച്ചും രക്തസാക്ഷിത്വങ്ങൾ ഏറ്റുവാങ്ങിയുമാണ് ഈ പ്രസ്ഥാനം വളർന്നതെന്ന് ദേശാഭിമാനി ഓർമ്മിപ്പിക്കുന്നു. ഇവിടെയാണ് ദേശാഭിമാനിയുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജയിലറുകളിലേക്ക് കടന്നു ചെല്ലുന്നത് സ്വാതന്ത്ര്യ സമരം നയിച്ചതിൻ്റെ പേരിലല്ല, മറിച്ച് കൊടിയ അഴിമതി നടത്തി പണം ഹവാല ഇടപാടുകളിലൂടെ ദുബായിൽ എത്തിച്ചതിൻ്റെ പേരിൽ, ഷെൽ കമ്പനികൾ തുടങ്ങി വലിയ വെട്ടിപ്പുകൾ നടത്തിയതിൻ്റെ പേരിൽ. ഭരണത്തിലിരിക്കെ വീണ വിജയൻ കോടികളുടെ സ്വത്തുക്കൾ ആർജിച്ചു എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലിന് പിന്നാലെ മാസപ്പടിയിൽ നിന്ന് ഹവാല ഇടപാടുകളിലേക്ക് വളർന്ന വലിയൊരു തട്ടിപ്പിന്റെ കഥ. ദേശാഭിമാനി പത്രത്തിൽ വന്ന മുഖപ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ: ഇപ്പോൾ കോലാഹലം സൃഷ്ടിക്കുന്ന കേസിൽ 182 കോടി രൂപയുടെ ക്രമക്കേടാണ് കേന്ദ്ര ഏജൻസികൾ നേരത്തെ ആരോപിച്ചത്. നിലവിൽ ഒരാൾക്കെതിരെ പറയുന്ന 2 കോടി കഴിച്ച് ബാക്കി 180 കോടി രൂപ ഇടപാടിനെക്കുറിച്ച് ED അന്വേഷിച്ചു. ബാങ്ക് വഴി വാങ്ങുകയും ആദായ നികുതി അടയ്ക്കുകയും ചെയ്ത് സാമ്പത്തിക തട്ടിപ്പാണെന്ന് ആരോപിക്കുന്നു. അതേസമയം UDF നേതാക്കളും ഇപ്പോൾ ED പ്രചരണം ഏറ്റെടുത്ത മാധ്യമങ്ങളും പലവിധത്തിൽ കോടികൾ വാങ്ങിയിട്ടുള്ളതായി പറയുന്നു. ഇതേക്കുറിച്ച് അന്വേഷണവുമില്ല. ഈ രാഷ്ട്രീയ നാടകങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും. CPMനെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്താൻ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കാമെന്ന് ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ അത് ചരിത്രത്തെ അറിയാത്തവരുടെ കണക്കുകൂട്ടലുകളാണ്. ജയിലറുകൾ കണ്ടും നിരോധനങ്ങൾ നേരിട്ടും പോലീസ് മർദ്ദനം സഹിച്ചും രക്തസാക്ഷിത്വങ്ങൾ ഏറ്റുവാങ്ങിയും വളർന്ന പ്രസ്ഥാനമാണിത്. കേരളത്തിൽ CPM കരുത്താർജിച്ചത് ഏതെങ്കിലും അധികാരികളുടെയും മാധ്യമങ്ങളുടെയും പ്രോത്സാഹനം കൊണ്ടല്ല. അന്വേഷണ ഏജൻസികൾ ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകുന്നില്ല. FIRൽ പേര് വന്നതുകൊണ്ടും റെയ്ഡ് നടക്കുന്നതുകൊണ്ടും മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതുകൊണ്ടും കുറ്റം തെളിയുന്നില്ല. കുറ്റം തെളിയേണ്ടത് കോടതിയിലാണ്. ഡൽഹി മദ്യനയക്കേസിലും അന്വേഷണ ഏജൻസികളുടെ ആരോപണങ്ങൾ രാഷ്ട്രീയ ചർച്ചകളിൽ വലിയ പ്രചാരണം നേടിയിരുന്നു. ഒടുവിൽ വീണ വിജയനെ കൈവിട്ട് സ്വയം രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ മുഹമ്മദ് റിയാസും പയറ്റുന്നു. തൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണമിടപാടുകളൊന്നും നടന്നിട്ടില്ല എന്ന് മാത്രമാണ് റിയാസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. റിയാസ് കൂടി വെട്ടിലാകും എന്ന് കേരളം ഉറപ്പിക്കുന്നത് റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം നീണ്ടതോടെ. റിയാസിൻ്റെ ചങ്കും കരളുമായി നിൽക്കുന്ന ഉറ്റ സുഹൃത്തുക്കളാണ് നന്ദുലാലും നിഖിലും. അവരെ ഉപയോഗിച്ച് ഇത്രയധികം തട്ടിപ്പുകൾ റിയാസ് നടത്തിയിട്ടുണ്ട് എങ്കിൽ വീണയുടെ ഇടപാടുകളിൽ റിയാസിനും നേരിട്ട് പങ്കുണ്ട് എന്ന് നമുക്ക് വ്യക്തമാകും. മറുവശത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകളെ മുൻനിർത്തി ഒട്ടനവധി കളികൾ കളിച്ചു എന്ന് വ്യക്തം. വീണ 3,49,000 UAE ദിർഹം, അതായത് 85 ലക്ഷം രൂപ ദുബായിലേക്ക് അനധികൃതമായി കൈമാറിയിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിന് ശേഷമാണ് ഫെമ അടക്കമുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് ED വിരൽ ചൂണ്ടിയത്. വിദേശത്തേക്ക് പണമയക്കാനുള്ള ചട്ടങ്ങൾ ലംഘിച്ചതിനാണ് ഫെമ ചുമത്തുക. വീണയുടെ വീട്ടിൽ നിന്ന് മുൻപ് കണ്ടെത്തിയ ഡയറിയിലെ കയ്യെഴുത്ത് കണക്കുകളിൽ 20.05 കോടി രൂപയുടെ ഇടപാടുകളും ED കണ്ടെത്തി. മുഹമ്മദ് റിയാസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ 2017-19 കാലഘട്ടത്തിൽ വീണ വാങ്ങിക്കൂട്ടിയ കോടികളുടെ സ്വത്തുക്കളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങളുണ്ട്. ഈ സ്വത്തുക്കൾ ആർജിച്ചതിന് പിന്നിൽ അനധികൃത പണം സമ്പാദിച്ചതാണോ? യാതൊരുവിധ സേവനവും നൽകാതെയാണ് വീണ കോടിക്കണക്കിന് രൂപ
വിവിധ ഷെൽ കമ്പനി അക്കൗണ്ടുകളിലൂടെ കൈപ്പറ്റിയത്. ഏറ്റവും ഗൗരവതരമായ ഒരു കണ്ടെത്തലും ഇ.ഡി. നടത്തിയിട്ടുണ്ട്. വീണയുടെ അക്കൗണ്ടിൽ നിന്ന് 2021 തെരഞ്ഞെടുപ്പ് സമയം റിയാസിന്റെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതായി ഇ.ഡി. കണ്ടെത്തി. ഇതിനു പുറമെ റെയ്ഡിൽ ഇ.ഡി. കണ്ടെത്തിയ സിം കാർഡിന്റെ ചരിത്രവും ഞെട്ടിക്കുന്നത്. ചുരുക്കത്തിൽ ഏറ്റവും വലിയ പാതാളക്കുഴിയിലേക്ക് പിണറായി വിജയനും മകളും വീഴുമ്പോൾ രക്ഷപ്പെടുത്താനാവാതെ കൈകാലിട്ടടിക്കുന്നു CPM പാർട്ടി. പിണറായി വിജയന് പ്രതിപക്ഷ കസേര നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, വീണ വിജയനൊപ്പം പിണറായി വിജയനും ജയിലറയ്ക്കുള്ളിലേക്ക് നടന്നു പോകുമോ എന്ന് കേരളം ഉറ്റുനോക്കുന്നു. മുഹമ്മദ് റിയാസ് ഏറെക്കുറെ ജയിൽവാസം ഉറപ്പിച്ചു കഴിഞ്ഞു. റിയാസിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം വൻനിരയാണ് ഈ തട്ടിപ്പിന്റെ കണ്ണികളായി പ്രവർത്തിച്ചത് എന്ന് വ്യക്തം. ഇ.ഡി. രണ്ടും കൽപ്പിച്ചു തന്നെ. ദേശാഭിമാനി അവരുടെ മുഖപ്രസംഗത്തിലൂടെ വീണയുടെ ഈ തട്ടിപ്പ് ഒന്നുകൂടി ഉറപ്പിക്കുന്നു. 182 കോടിയിൽ 2 കോടിയുടെ കണക്കുകൾ ഇ.ഡി. കണ്ടെത്തി. അതുതന്നെയാണ് ഇ.ഡിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.